സുഹൃത്തുക്കളെ, ഇന്ന് മമ്മൂക്കയെ കുറിച്ച് തന്നെയാണ്. നമുക്ക് ആദ്യം ആ വീഡിയോ ഒന്ന് കാണാം. 24 ചാനൽ വന്നതാണേ. മലയാളികളുടെ പ്രിയങ്കരനായ നടൻ നമ്മുടെയൊക്കെ മമ്മൂക്കയുടെ ജീവിതത്തിൽ ഉണ്ടായ ഒരു സംഭവമാണ് ഞാനിന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത്. വാട്സപ്പിൽ അദ്ദേഹത്തിന്റെ ആത്മകഥാപരമായ കുറിപ്പുകൾ വന്നൊരു പുസ്തകമാണ് ഓർമ്മ. ഈ പുസ്തകത്തിലാണ് ഇതിനെക്കുറിച്ച് പരാമർശമുള്ളത്. ഒരു ദിവസം ഇത്തിരി രാത്രി വൈകി കോഴിക്കോട് നിന്ന് അദ്ദേഹം മഞ്ചേരിയിലേക്ക് ഇങ്ങനെ വാഹനം ഓടിച്ചു പോവുകയായിരുന്നു. അദ്ദേഹം നിങ്ങൾക്കറിയാമല്ലോ, ഈ ഒരു വണ്ടി ഭ്രാന്തനാണ്. അദ്ദേഹം വളരെ വേഗത്തിൽ വണ്ടി ഓടിക്കുന്ന ഒരാളാണ്. ഈ വണ്ടി ഓടിക്കുന്നത് തന്നെ അദ്ദേഹത്തിന് ഒരു ഹരമാണ്. ഇപ്പോഴും വിജനമായ ഒരു നിരത്തിലുള്ള വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. പെട്ടെന്നൊരു വൃദ്ധൻ കാറിന്റെ മുന്നിലേക്ക് ഇറങ്ങി വന്നു. കാറിൽ കൈ കാണിച്ചു. വാഹനം വൃദ്ധനെ ഇടിക്കാതിരിക്കാൻ കഷ്ടിച്ച് മമ്മൂക്ക അത് മാനേജ് ചെയ്ത് വെട്ടിച്ചു നിർത്തി. ദേഷ്യപ്പെട്ട് മമ്മൂക്ക വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങി. വൃദ്ധന് സമീപത്ത് അദ്ദേഹം കണ്ടത് പ്രസവവേദന അനുഭവിക്കുന്ന ഒരു യുവതിയാണ്. അവൾ തന്റെ പേരക്കുട്ടിയാണെന്നും ആശുപത്രി എത്തിക്കാൻ സഹായിക്കണമെന്നും വൃദ്ധൻ മമ്മൂട്ടിയോട് ആവശ്യപ്പെട്ടു. മമ്മൂട്ടി അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല. മമ്മൂട്ടിയുടെ ദേഷ്യമൊക്കെ അലിഞ്ഞ് ഇല്ലാതായി. അവരെയും കയറ്റി അദ്ദേഹം ആശുപത്രിയിലെ കാർ പറപ്പിച്ചു വിട്ടു. മഞ്ചേരി സർക്കാർ ആശുപത്രി സമയത്ത് ഈ ഗർഭിണി എത്തിക്കാനും കഴിഞ്ഞു. വണ്ടി തിരിക്കുന്നതിനിടെ വൃദ്ധൻ മമ്മൂട്ടിയുടെ അടുത്തേക്ക് എത്തി പേര് ചോദിച്ചു. മമ്മൂട്ടി എന്ന് പേര് പറഞ്ഞിട്ടും പണ്ട് എവിടെയോ കണ്ട് പരിചയമുള്ള മുഖമാണെന്ന് പോലെ അയാൾ ഒന്ന് ചിരിച്ചതുപോലെ. അയാൾക്ക് ഈ മമ്മൂട്ടി ആരാണെന്ന് മനസ്സിലായിട്ടുമില്ല. വൃദ്ധൻ മുണ്ടിന്റെ കോന്തലയിൽ നിന്ന് ചൊക്കിച്ചൊളിഞ്ഞൊരു 2 രൂപ നോട്ടെടുത്ത് മമ്മൂട്ടി കൊടുത്തു. ഒരുപക്ഷെ രണ്ടുപേരുടെ ബസ് കൂലിയായിരിക്കും ഈ 2 രൂപ എന്നാണ് മമ്മൂട്ടിക്ക് മനസ്സിലായത്. മമ്മൂട്ടി ആദരപൂർവ്വം ആ 2 രൂപ സ്വീകരിച്ചു. കൂലിയുടെ വില കറൻസി നോട്ടിലല്ല, മറിച്ച് അത് കൊടുക്കുന്നവരുടെ മനസ്സിന്റെ തെളിച്ചത്തിലാണെന്ന് തന്നെ പഠിപ്പിച്ചത് ആ മനുഷ്യനാണെന്ന് മമ്മൂട്ടി ഓർമ്മയിൽ കുറിച്ചിട്ടുണ്ട്. മനസ്സറിഞ്ഞു കൊടുക്കുന്നത് എന്തെങ്കിലും ആകട്ടെ വിലമതിക്കാനാകാത്താണെന്ന് മമ്മൂട്ടി നമ്മെ ഓർമ്മിക്കുന്നത്. താങ്ക്സ് മമ്മൂട്ടി, ഇത് നല്ല ഓർമ്മയ്ക്ക്. ഇതിനോടൊപ്പം ചേർത്ത് ചില കാര്യങ്ങൾ പറയാമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. എൻ്റെ പ്രിയ സുഹൃത്തായിട്ടുള്ള കാസിമാണ് എനിക്കിന്ന് ഈ ഒരു വീഡിയോ അയച്ചു തന്നത്. അദ്ദേഹം കുറേ വീഡിയോസ് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. ഇതെല്ലാം എനിക്ക് ഇങ്ങനെ റിയാക്ട് ചെയ്യാൻ ചില പ്രശ്നങ്ങൾ കൊണ്ട് സാധിച്ചില്ല. എന്തായാലും ഇന്ന് അദ്ദേഹം അയച്ചു തന്ന 2 വീഡിയോസുകൾ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് റിയാക്ട് ചെയ്ത് വരുന്നുണ്ട്. ഞാനിന്ന് ഈ ഒരു വീഡിയോ എടുക്കാൻ കാരണം, മമ്മൂക്ക എന്ന് പറയുന്ന മനുഷ്യൻ ഒരുപക്ഷെ സിനിമാ മേഖലയിൽ നന്നായിട്ട് തിളങ്ങി നിൽക്കുന്ന സമയത്ത് തന്നെയാണ് ഇങ്ങനത്തെ ഒരു ഇൻസിഡന്റ് നടക്കുന്നത്. പക്ഷെ അതൊന്നും അദ്ദേഹത്തെ അറിയാത്ത ആളുകള്, സർവ്വസാധാരണമായിട്ടുള്ള ആളുകള് നമ്മുടെ നാട്ടിലുണ്ട്. ആ ഒരു വൃദ്ധൻ അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞില്ല. ഒരു മടിയും കൂടാതെ കാറിലാണ് വന്നത്. പക്ഷെ ഒരു ബസ് കയറി വരുന്നത് പോലെ അതിന് കൊടുക്കാനുള്ള തുക മാത്രമാണ് അന്ന് അദ്ദേഹത്തിന്റെ കയ്യിലുള്ളൂ. പക്ഷെ അത് അദ്ദേഹത്തിന് നേരെ നീട്ടുകയാണ്. മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ അത് വാങ്ങിക്കാതെ വരിക എന്നേക്കാൾ കൂടുതൽ മമ്മൂട്ടി ചെയ്തത് ആ തുക വാങ്ങിക്കുക എന്നുള്ളതാണ്. എന്തിനാണ് ആ തുക വാങ്ങിച്ചതെന്ന് നമുക്കിപ്പോൾ സംശയം തോന്നാം. അത് അദ്ദേഹത്തിന്റെ ഒരു സമ്മാനമാണ്, അദ്ദേഹത്തിന്റെ സ്നേഹ സമ്മാനം കൂടിയാണ്. ആ തുക വാങ്ങിക്കാതിരുന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ അത്രയും സാധാരണക്കാരനായ മനുഷ്യന് ഒരുപക്ഷെ കൂടുതൽ വിഷമമായിരിക്കും. അയ്യോ, ആ മനുഷ്യന് ഞാൻ പൈസ കൊടുത്തില്ലല്ലോ എന്ന വിഷമമായിരിക്കും അവർക്ക് ഉണ്ടായിരിക്കുക. അല്ലെങ്കിൽ അത് നമുക്ക് ലാഭമായല്ലോ എന്ന് പുതിയ ആളുകളൊക്കെ ആരെങ്കിലൊക്കെ അങ്ങനെ എത്തിച്ച് പൈസ ഒന്നും വേണ്ടെന്ന് പറയുമ്പോൾ ആ പൈസ നമുക്ക് ലാഭമായി എന്ന് ചിന്തിക്കുന്ന അവസ്ഥയിലുള്ള ആളുകളല്ല സാധാരണ ആളുകളെന്ന് എനിക്ക് തോന്നിപ്പോകുന്നു. ഇതുപോലത്തെ ഒരു കഥ കുട്ടികൾക്ക് പഠിക്കാനുണ്ട്. ഒരു ചെറിയ പെൺകുട്ടി തന്റെ ഏട്ടന്റെ ശവകുടീരത്തിൽ വെക്കാൻ വേണ്ടിയിട്ട് അവൾ അധ്വാനിച്ചുണ്ടാക്കിയ ഒരു ചെറിയ തുക ഒരു ഗുപ്ത എന്ന് പറയുന്ന ഒരാൾക്ക് കൊടുക്കുന്നുണ്ട്. ആ മനുഷ്യൻ അത് വാങ്ങിക്കണോ വേണ്ടയോ തീരുമാനിച്ച അവസാനം ആ തുക വാങ്ങിക്കുകയാണ്. കാരണം അയാൾക്കത് വാങ്ങിക്കേണ്ട ആവശ്യമില്ല, അയാൾ അത്യാവശ്യം പൈസ ഉണ്ട്. അവസാനം തുക വാങ്ങിക്കുന്നത് ഒരു കാരണം കൊണ്ടാണ്. കാരണം അവൾക്ക് അവളുടെ ഏട്ടന് വേണ്ടി ചെയ്തു വെക്കാവുന്ന അവസാനത്തെ ഒരു ആഗ്രഹമാണ് അവളുടെ ഏട്ടന്റെ ശവകുടീരത്തിൽ ഒരല്പം പുഷ്പം കൊണ്ടുവയ്ക്കുക. അതും അവൾ അധ്വാനിച്ച തുക കൊണ്ട് തന്നെ വേണമെന്ന് അവൾ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ആ തുക വാങ്ങിക്കുന്നു എന്ന കാരണം പറഞ്ഞുകൊണ്ടാണ് ഗുപ്ത എന്ന് പറയുന്ന കഥാകാരൻ ആ ഒരു തുക വാങ്ങിച്ചു കൊണ്ടുപോകുന്നത്. അതേപോലെ അത് അവരുടെ ഒരു സന്തോഷമാണ്, മനസ്സറിഞ്ഞു കൊടുക്കുന്നതാണ്. അങ്ങനെ മനസ്സറിഞ്ഞു കൊടുക്കുന്ന ആ ഒരു സമ്മാനം വാങ്ങിച്ചിട്ടില്ലെങ്കിൽ മനുഷ്യൻ എന്ന നിലയ്ക്ക് നമ്മൾ ചിലപ്പോൾ വളരെയധികം അധപ്പതിച്ചു പോകും. ഇതിനൊപ്പം തന്നെ ചേർത്ത് പറയട്ടെ, ഇതിനൊക്കെ എത്രയോ കാലങ്ങൾക്ക് ശേഷമാണ് മമ്മൂട്ടി എന്ന് പറയുന്ന ഈ ഒരു മനുഷ്യൻ അത്രയേറെ പണമുണ്ടായിട്ടും അത്രയേറെ ഫെയിം ഉണ്ടായിട്ടും എന്ത് വേണമെങ്കിൽ തുടങ്ങാനുള്ള എല്ലാ കഴിവുണ്ടായിട്ടും അദ്ദേഹം മമ്മൂട്ടി കമ്പനി എന്ന് പറയുന്ന ഒരു സിനിമാ നിർമ്മാണ കമ്പനി ഈ അടുത്ത കാലത്ത് മാത്രം ലോഞ്ച് ചെയ്ത് അതിലൂടെ ഇറങ്ങുന്ന സിനിമകൾ മുഴുവൻ അതിഗംഭീരം എന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല. അങ്ങനത്തെ നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കുക ആ ഒരു സിനിമ രീതിയിലൊക്കെ നോക്കുമ്പോൾ ആ സിനിമാ സെറ്റിൽ നിന്ന് ഒരിക്കലും മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന സിനിമാ സെറ്റുകളിൽ നിന്ന് ഒരിക്കലും നമുക്ക് ഒരു പരാതി പോലും സിനിമാ മേഖലയിൽ വരുന്നില്ല എന്നുള്ളതാണ്. ഒരാൾ പോലും തനിക്ക് അർഹമായിട്ടുള്ള റെമ്യൂണറേഷൻ കിട്ടിയിട്ടില്ല എന്ന പരാതിയുമായിട്ട് ആരും വരുന്നില്ല. കാരണം ആ ഒരു കാരണത്തിന് പുറകില് ഈ ഒരു കഥയുണ്ട്.
കാരണം തൻ്റെ ഒപ്പം വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഇദ്ദേഹം കൊടുക്കുന്ന തുക മുഴുവൻ അദ്ദേഹം മനസ്സറിഞ്ഞു കൊടുക്കുന്നതാണ്. അത് അദ്ദേഹം എല്ലായ്പ്പോഴും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമുക്ക് എത്രത്തോളം ഒരു ജീവിതത്തിൽ ഒരു ദിവസം നമുക്ക് എത്ര സമയമുണ്ട്? നമുക്ക് എങ്ങനെയൊക്കെ നമ്മുടെ സമയത്തെ വേർതിരിച്ചു വെക്കാൻ സാധിക്കും? മമ്മൂട്ടി എന്നുള്ള മനുഷ്യന് ഓരോ ദിവസവും അഭിനയിക്കാനുണ്ടായിരിക്കും, പല പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്യേണ്ടായിരിക്കും, കൂട്ടുകാരുടെ സൗഹൃദങ്ങളുടെ വിവാഹങ്ങളൊക്കെ പങ്കെടുക്കേണ്ടി വരും, ഈവൻ സുഹൃത്തുക്കളുടെ പിറന്നാളുകളൊക്കെ അന്വേഷിച്ച് പിടിച്ച് അത് ഓർത്ത് വെച്ച് കൃത്യമായിട്ട് അത് പോസ്റ്റ് ചെയ്യണം സോഷ്യൽ മീഡിയയിൽ. സുഹൃത്തുക്കളുടെ സന്തോഷങ്ങൾ പങ്കെടുക്കാൻ അവരോടൊപ്പം ചേരണം, ഇങ്ങനെ സ്വന്തം വീട്ടുകാരോടൊപ്പം ചെലവഴിക്കണം. ഇദ്ദേഹം ഈ ഒരു തിരക്കിട്ട ഈ ഒരു മനുഷ്യന് ഇതെല്ലാം ചെയ്യാൻ കഴിയുന്നു ഈ ചങ്ങാതിക്ക് എന്നുള്ളതാണ്. അവിടെയാണ് ഞാൻ ഈ തിരക്കിട്ട ജീവിതത്തിനിടയ്ക്കും ഇതെല്ലാം വളരെ വൃത്തിയായിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു മനുഷ്യൻ എന്നുള്ളതാണ്. അവിടെയാണ് ആ ഒരു മനുഷ്യൻ നമ്മളിൽ നിന്നെല്ലാം വ്യത്യസ്തനായി നിൽക്കുന്നത്. ഏതായാലും സുഹൃത്തെ, എനിക്ക് വീഡിയോ അയച്ചു തന്ന കാസിം ബ്രോ, താങ്ക് യു, നല്ലൊരു വീഡിയോ അയച്ചു തന്നതിന്റെ.